ഗുരുവായൂർ ക്ഷേത്രത്തിലെ രുദ്രതീർത്ഥക്കുളം നവീകരിക്കുന്നു. അത്യാധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തി ജ്യോതി ലാബ്സ് ആണ് കുളം നവീകരിക്കുന്നത്. അമൃത്സർ ഉൾപ്പെടെയുള്ളിടങ്ങളിൽ കുളങ്ങൾ നവീകരിച്ച നാനോ ബബിൾ ടെക്നോളജി ഉപയോഗപ്പെടുത്തിയാണ് കുളം ശുദ്ധീകരിക്കുന്നത്. ഗുരുവായൂരപ്പനെ കാണാനെത്തുന്ന ഭക്തരും ക്ഷേത്രത്തിലെ പൂജാരിമാരുമൊക്കെ രുദ്രതീർത്ഥക്കുളത്തിൽ ദേഹശുദ്ധി വരുത്തിയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുക. പടിഞ്ഞാറേ നടയിലെ രുദ്രതീർത്ഥക്കുളം ശുദ്ധീകരിക്കുന്നതിനായി പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നെങ്കിലും ഫലപ്രാപ്തിയിലെത്തിയിരുന്നില്ല. ഇതോടെയാണ് ജ്യോതി ലാബ്സ് ഇടപെട്ട് നാനോ ബബിൾ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ക്ഷേത്രക്കുളം നവീകരിക്കുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഈ ടെക്നോളജി നടപ്പിലാക്കുന്നത്. ഇതിലെ ജ്യോതി ലാബ്സിൻ്റെ ഒരു CSRൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാനോ ബബിൾ ടെക്നോളജി, ഇത് ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഓക്കെ, ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ഇത് കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഒരു അമേരിക്കൻ ടെക്നോളജിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ടോട്ടലി കെമിക്കൽ ഫ്രീ ആണ്. ഇത് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രൊപ്പോസൽ ഈ കുളത്തെക്കുറിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങളുടെ ജ്യോതി മാഡം, ഞങ്ങളുടെ MD, അപ്പോൾ അത് അവർ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചു. അപ്പോൾ അത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇന്ത്യയിൽ തന്നെയല്ലേ കുറച്ച് ചുരുക്കം കമ്പനികളെ ഇത് ചെയ്യുന്നുള്ളൂ. ഇത് ഒരു ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്, നാനോ ബബിൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. കുളത്തിലെ ജലം ശുദ്ധീകരിക്കുന്നതിനൊപ്പം ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. ജലത്തിൽ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്നതോടെ പായൽ പിടിക്കുന്നത് ഒഴിവാക്കാനാകും. നാനോ ബബിൾസ് ടെക്നോളജി പ്രവർത്തനം തുടങ്ങി 7 മുതൽ 8 ദിവസങ്ങൾക്കുള്ളിൽ മാറ്റം തിരിച്ചറിയാൻ കഴിയുമെന്ന് നാനോ ബബിൾസ് CMD ജഗജിത് സിംഗ് കൊച്ചാർ പറഞ്ഞു. What we are seeing here is a water body, the Kund Sarovar here. We will see a transformation in 7 to 8 days, and this is the most cost effective and most energy efficient machine in the world. Nobody in the world has got the same technique the way we have innovated. ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികൾ പങ്കെടുത്ത ചടങ്ങിൽ ജ്യോതി ലാബ് സൗത്ത് സോൺ ഹെഡ് സമദ് കുമാർ പദ്ധതി സമർപ്പിച്ചു. ജനം, തൃശൂർ.